കോവയ്ക്ക ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി കോവയ്ക്ക ഒരേ സൈസിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. ഇത് ഏകദേശം ഒരു 200 ഗ്രാം കോവയ്ക്ക ഫ്രൈ ചെയ്യുന്ന വിധമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കോവയ്ക്കെല്ലാം വളരെ തിന്നും ഒരേ കനത്തിലുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോവയ്ക്കയുടെ കറ കഴുകിക്കളയണം. കോവയ്ക്ക 200 ഗ്രാം നല്ല തിന്നായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കഴുകിയത് എടുക്കണം. ഇനി ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കണം. അത് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി വെച്ചിട്ട് കറിവേപ്പില ആദ്യം ഇടുക. വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയുടെ ഒരു മണം കൂടി വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ കറിവേപ്പില അതിൽ ആഡ് ചെയ്തത്. ഇനി കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായി ഇളക്കി തട്ടി അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാര്യം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. കോവയ്ക്കയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി നേരത്തെ എടുത്തു വെച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കോവയ്ക്കയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. രണ്ട് 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അടിയിൽ പിടിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടച്ച് വേവിക്കണം എന്നില്ല. കാര്യം കോവയ്ക്ക ഡ്രൈ ഫ്രൈ ആയിട്ടാണ് നമ്മളിപ്പം ചെയ്തെടുക്കുന്നത്. ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവായി തോന്നിയതിനാൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. കോവയ്ക്ക നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായ കോവയ്ക്ക ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ കോരി മാറ്റാം. സ്വാദിഷ്ടമായ കോവയ്ക്ക ഫ്രൈ നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.